വിരാട് പുരുഷ സങ്കല്പമാണ്. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17 ലോകങ്ങളുടെയും അധിപനായിരിക്കുന്ന ബ്രഹ്മാവാണ്. ബ്രഹ്മാണ്ടാധിപനാണ്. ആ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ജനിച്ച ആൾക്കാര്, ഷോൾഡറിൽ നിന്ന് ജനിച്ച ആൾക്കാര്, ബാഹുക്കൾ, ഷോൾഡറിൽ നിന്ന് ജനിച്ച ആൾക്കാര്, തുടയിൽ നിന്ന് ജനിച്ച ആൾക്കാര്, ഈ അടിയിൽ പാദത്തിൽ നിന്ന് ജനിച്ചവർ, അവരാണ് 4 വർണ്ണങ്ങൾ ശൂദ്രർ. ഈ 4 വർണ്ണങ്ങൾക്ക് പുറത്തു മനുഷ്യരുണ്ടല്ലോ, പഞ്ചമരുണ്ടല്ലോ, ചണ്ടാളരുണ്ടല്ലോ. ഇവരൊക്കെ എവിടുന്നാണ് ജനിച്ചത്? സനാതനധർമ്മത്തിന്റെ ധർമ്മസംഹിതകൾ എന്ന് വിവക്ഷിക്കുന്ന സൂത്രങ്ങൾ. ആ സൂത്രങ്ങൾ പറയുന്നത് എന്താണ്? ഇവരൊക്കെ എവിടുന്ന് ജനിച്ചവരാന്നാണ്? പന്നിയോനികളിലും പട്ടിയോനികളിലും ജനിച്ചവരാ. ചാതുർവർണ്ണയത്തിന്റെ 4 വർണ്ണങ്ങൾക്കപ്പുറത്തുള്ള മനുഷ്യരെയെല്ലാം പട്ടിയോനികളിലും പന്നിയോനികളിലും ജനിച്ചവരായിട്ടാണ് ഈ സനാതന ധർമ്മികൾ കാണുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യം എടുക്കുമ്പോൾ, നമുക്ക് വെറുപ്പുള്ളവരെ, നമുക്ക് അകറ്റി നിർത്തേണ്ടവരെ, നമുക്ക് അനഭിമതരാവരെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അബോധത്തിൽ നിന്ന് എന്താണ് തിളച്ചു പൊന്നുന്ന അശ്ലീലമാണ് എന്ത്? ഈ നായിന്റെ മോനെ, പന്നിന്റെ മോനെ എന്നൊക്കെ. അപ്പോ ഇന്ത്യയുടെ, ഞാൻ ഇത് കഴിഞ്ഞാല് കേദാമോദരനെ കുറിച്ചൊരു പ്രഭാഷണം കൂടി നടത്താൻ പോകും. ഇന്ത്യയുടെ ആത്മാവിനെ കുറിച്ചും ഭാരത ചിന്തയെക്കുറിച്ചും ഒക്കെ ഏറ്റവും ഗൗരവാവഹമായി മാർക്സിസ്റ്റുകളുടെ പക്ഷത്തു നിന്ന് ദേവിപ്രസാദ് ചതോപതിയെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും സൂക്ഷ്മമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു ദിഷണാശാലിയാണ് കേദാമോദരൻ. ആ കേദാമോദരന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ, പൗരാണികതയുടെ, സംസ്കൃതിയുടെ അടിസ്ഥാനമായി പറയുന്ന ധർമ്മസംഹിതകൾ, കേദാമോദരൻ അതിന്റെ ചരിത്രപരതയിൽ പരിശോധിക്കാൻ ആരംഭിക്കും. ആ ധർമ്മസംഹിതകൾ എത്രത്തോളം പ്രതിലോമകരമാണ് എന്നാണ് കേദാമോദരൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ജയരാജേട്ടൻ ഈ പുസ്തകത്തിന് അതിന്റെ ആമുഖം ഉൾപ്പെടെ 14 ലേഖനങ്ങളുണ്ട്. ധനപ്പെട്ട അപഗ്രഥനാത്മകമായ 14 ലേഖനങ്ങൾ. ഈ ആമുഖത്തിൽ ജയരാജൻ തുടങ്ങുന്നത് ഹിന്ദുത്വത്തെ സംബന്ധിച്ച ഒരു സൈദ്ധാന്തികമായ ഒരു അവതരണത്തിലൂടെയല്ല, മറിച്ച് അദ്ദേഹം കതിരൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂളിൽ നിന്ന് ഒരു 10th എത്തുമ്പോൾ നമ്മൾ ട്രൗസർ മാറ്റും, അതൊക്കെ മുണ്ടിലേക്ക് മാറും. അപ്പോഴാണ് ഈ ട്രൗസർ എന്ന് മുണ്ടെന്ന് മാറുന്ന ഒരു കാലാണ് ഈ സാധാരണ ഒരു മലയാളിയുടെ ഈ സാമൂഹ്യ ആശയങ്ങളെയും ചരിത്രഭാവനയൊക്കെ രൂപപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക്, ആ രൂപപ്പെടുത്തിന് നിമിത്തമാകുന്ന ഒരുപാട് സംഭവങ്ങൾ, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോവുക. ജയരാജൻ ഈ പുസ്തകത്തിൽ അതിന്റെ ആമുഖത്തിൽ പറയുന്നത്, അദ്ദേഹം ജഗന്നാഥ ടെമ്പിൾ തലശ്ശേരിയിൽ പോവുക. അപ്പൊ അവിടെ എന്താണ്, അദ്ദേഹത്തെ 2 പേര് പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആരാണ് പേര് ചോദിക്കുകയാണ്. വിശ്വാസം വരാതെ എന്ത് ചെയ്യാണ്? മുണ്ടഴിച്ചു മാറ്റാം. സുന്നത്ത് ഇതിപ്പോഴും ഇന്ത്യയിൽ വ്യാപകമായിട്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത് സംഭവിച്ചത് എവിടെയാണ്? നാരായണ ഗുരു ജാതിക്കും മതത്തിനൊക്കെ അതീതമായി മനുഷ്യർ ജാതിഭേദമോ മതദേശമോ ഒന്നുമില്ലാതെ സോദരത്വേന കഴിയുന്ന ഒരു മാതൃകാസ്ഥാനം വിഭാവനം ചെയ്ത് അരുവിപ്പുറത്തിന് ശേഷം പ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് ഇവിടെ ജഗന്നാഥ ടെമ്പിൾ. അവിടെയാണ്. അപ്പോ ജയരാജൻ ആ പുസ്തകത്തിൽ പറയുന്നത് അവിടെ എന്താണ്? മുഹമ്മദിയർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വന്തം നമ്മുടെ ഒരു ശൈശവം കഴിഞ്ഞ് ബാല്യം, ആ കൗമാരത്തിലേക്കൊക്കെ മാറുന്ന ഒരു കാലമാണ് ഹൈസ്കൂൾ കാലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലത്താണ് ജയരാജന് RSS എന്താണ്, ഹിന്ദുത്വം എന്താണ് എന്ന് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ തിരിച്ചറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുമുള്ള പ്രേരണയുണ്ട്. ചിന്ത, ആശയം, അതുമായി ബന്ധപ്പെട്ട ദൈക്ഷണികത എന്നൊക്കെ പറയുന്നത് ചില ഇൻസ്റ്റിങ്ക്റ്റുകൾ നമ്മളുണ്ട്. ആ നൈസർഗിക ചോദന, തന്റെ അനുഭവത്തിൽ നിന്ന് ഇതെന്താണ്, ഇതിനെ പ്രതിരോധിച്ചേ പറ്റൂ എന്നൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടാകും. അവിടെ നിന്ന് അദ്ദേഹം ഒരു മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു ഫുൾ ടൈമറാണ് ജയരാജൻ. ഒരു ഫുൾ ടൈമർക്ക് ഗവേഷണാത്മകമായി ലേഖനം എഴുതാൻ പറ്റുമോ, പുസ്തകം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് പാടാണ്. ആവശ്യമായ പുസ്തകങ്ങൾ പരിശോധിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ഫീൽഡിൽ പോയി അന്വേഷിക്കാനും എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് ഉയർന്ന സംഘടന ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചു. പക്ഷെ സംഘടന
ഭാരങ്ങളുടെയും രാഷ്ട്രീയ ചുമതലകളുടെയും ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ തന്നെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരമൊരു പുസ്തകത്തിന്റെ രചനയിലേക്ക് ജയരാജേട്ടനെ എത്തിച്ചത് ഹിന്ദുത്വം എന്നത്, അതിന്റെ പ്രത്യയശാസ്ത്രം എന്ന സനാതന ധർമ്മം എന്നത് ആഴത്തിൽ തന്നെ പരിശോധിച്ചറിഞ്ഞാൽ മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന രാഷ്ട്രീയ ബോധമാണ്. ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിലെ ഓരോ ലേഖനവും തയ്യാറാക്കിയിട്ടുള്ളത്. CPM-ൽ 23-ാം പാർട്ടി കോൺഗ്രസ് നടന്നത് 23-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രത്യയശാസ്ത്ര രേഖയിൽ രാഷ്ട്രീയ പ്രമേയം, ആ രാഷ്ട്രീയ പ്രമേയം അടിവരയിട്ട് അക്കമിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വം ഒരു പൊതുബോധമായി മാറിക്കൊണ്ടിരിക്കുക. അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അതിനെ വെല്ലുവിളി പൊതുയോഗങ്ങൾ കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ പറ്റും? ഇല്ല. RSSനെ തെരുവിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ച് മാത്രം പ്രതിരോധിക്കാൻ കഴിയും. അതിലപ്പുറത്ത് RSS എങ്ങനെയാണ് അവരുടെ ഹിന്ദുത്വം നമ്മുടെ പൊതുബോധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന് ചരിത്രത്തിൽ നിന്നും നമ്മുടെ പുരാതന പൗരാണിക സംസ്കൃതികളിൽ നിന്നും അവര് അടിസ്ഥാനമാക്കി വെച്ചിരിക്കുന്ന ആശയങ്ങൾ, പാരമ്പര്യം, അതൊക്കെയാണ് ഈ ധർമ്മസംഹിത. അതെന്താണ് എന്ന് പഠിക്കണം. ഈ പുസ്തകത്തിൽ RSSന്റെ കേരള അജണ്ടയെ സംബന്ധിച്ച് മണിസാറിന്റെ ഈ ശിവഗിരി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശിവഗിരിക്കുമേൽ തീമേഘങ്ങൾ എന്ന പുസ്തകത്തെ അവലംബമാക്കിക്കൊണ്ടാണ് ആദ്യ ലേഖനം. ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ എന്താണ്? ഗ്രേറ്റ് ഡിസൈനാണ്. RSS കേരളത്തെ ആകെ തങ്ങളുടെ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഒരു രൂപകൽപ്പന, ഒരു ഗ്രേറ്റ് ഡിസൈൻ നടത്തും. ആ ഗ്രേറ്റ് ഡിസൈൻ അവർ കണ്ടത് ഇതിൽ രണ്ടുപേരുടെ സംഭാഷണങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്ന ആരാണ്? ചെങ്കോട്ടുകൂടം സരസ്വതി സ്വാമി. സ്വാമി നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഈ ജനം TV ആരംഭിച്ച ആളാണ്. കേരളത്തിൽ ഹിന്ദുത്വത്തിന് ഒരു പ്രബോധന ചാനലുണ്ടാകും. അതുകൊണ്ട് എന്താണ് ഒരു ജനം TV എന്ന് പറയുന്ന TV ഈ കേരളത്തിൽ ആരംഭിച്ചത്. അതിന്റെ നിക്ഷേപ സമാഹരണത്തിനൊക്കെ സ്വാമി തന്നെയാണ് മുൻകൈ. ആ സ്വാമി ശാശ്വതികാനന്ദ സ്വാമിയോട് സംസാരിക്കുന്ന ഒരു സംഭാഷണത്തിൽ ഉദ്ധരിച്ചു. എന്താണ് ശാശ്വതികാനന്ദയോട് സ്വാമി പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ മഠങ്ങളും കേരളത്തിലെ പൊതുബോധത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ചരിത്രപരമായി തന്നെ ഒരു നവോത്ഥാന ശക്തിയായി നിലനിൽക്കുന്ന SNDP ഒരു ആത്മീയ കേന്ദ്രമാണല്ലോ ശിവഗിരി. ആ രണ്ട് മഠങ്ങളും ഒന്നിച്ചു കഴിഞ്ഞാൽ കേരളം നമ്മുടെ കയ്യിൽ. ആരുടെ കയ്യിൽ? ഹിന്ദുത്വത്തിന്റെ കൈകളിലായിരിക്കും. ആ രീതിയിൽ അവർ നടത്തിയ ഒരു ഗ്രേറ്റ് ഡിസൈന്റെ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശിവഗിരിയിലെ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത് ഗുരുദർശനങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുമുള്ള ഉദാത്തമായ ആദർശ സംഹിതകളാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത്. അത് സംസ്കൃത യാഗവിധികളെ, തന്ത്രവിധികളെ വെല്ലുവിളിച്ച് ഈഴവനായ നാണു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ദർശനം. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗുരു അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ പ്രതിഷ്ഠകൾക്ക് ശേഷം അവിടെ ആദ്യം വെക്കുന്ന ബോർഡ് ഏതാ? ഫ്ലക്സ് മുനിസിപ്പാലിറ്റിക്കാരൊക്കെ നിരോധിച്ചുകൊണ്ട് മറ്റ് രീതിയിൽ വെക്കുന്ന ബോർഡ് ഏതാ? പ്രഭാത പൂജ, ഉച്ചപൂജ, വൈകുന്നേരത്തെ പൂജ എന്നൊക്കെ പറയുന്നത് അതിന്റെ റേറ്റാ. ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയതയുടെ തീരങ്ങളിലേക്ക് തള്ളിവിട്ട പ്രശ്നമാണ്. ഇന്ന് ഹിന്ദുത്വത്തെ അധികാരത്തിലെത്തിച്ച പ്രശ്നമാണ് ബാബരി മസ്ജിദ്. ആ ബാബരി മസ്ജിദ് 400 ചില്ലാനം വർഷക്കാലം അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു. അയോധ്യ എന്ന് പറയുന്നത് ഫൈസാബാദ് കൂടി ചേർന്ന ഇരട്ട നഗരമാണ് അയോധ്യ. ഫൈസാബാദിലെ അയോധ്യയിലെ മുസ്ലിങ്ങൾ
നിസ്കരിച്ചു വന്ന പള്ളിയാണ്. ആ പള്ളി തർക്ക പ്രശ്നമാക്കി തകർത്ത് അവിടെ നിയമപരമായി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥ രേഖകളനുസരിച്ച് ഒരു കാരണവശാലും അത് നിർമോഹി അഖാഡക്കോ രാമല്ലക്കോ വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം ബാബറി മസ്ജിദ് നിലനിന്ന് 2.77 ഏക്കർ സ്ഥലങ്ങളുടെ ഉടമസ്ഥയിലുള്ളതാണ്. അത് സുന്നി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. പക്ഷെ മിസ്റ്റർ രഞ്ജൻ ഗൊഗോയി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബെഞ്ച് ബാബറി മസ്ജിദ് കേസ്, അതൊരു അപ്പീൽ കേസാണ്, 2010 അലഹബാദ് ഹൈക്കോടതി വിധി പ്രകാരം രാമല്ലക്കും നിർമോഹി അഖാഡക്കും സുന്നി വഖഫ് ബോർഡിനും ഭൂമി പതിച്ചു നൽകിയതാണ് അയോധ്യയിൽ. പക്ഷെ എന്താണ്, രാമല്ലയും നിർമോഹി അഖാഡക്കാരും വീണ്ടും അപ്പീൽ പോയി. ആ അപ്പീൽ കേസിൽ വിധി പറയാൻ വേണ്ടിയിട്ടാണ് തിടുക്കപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മിസ്റ്റർ രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ബെഞ്ച് ഇതിൽ നടത്തിയ വിധി പ്രസ്താവന അങ്ങേയറ്റം നീതിരഹിതമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയിൽ തന്നെ പറഞ്ഞു, ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമാവകാശം രേഖകളനുസരിച്ച് മുസ്ലിങ്ങൾക്ക്. പക്ഷേ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് അവിടെയാണ് രാമൻ ജനിച്ചത്. അപ്പൊ നമ്മൾ ഇത് കേട്ടാൽ എന്ത് ധരിക്കണം? ഈ രഞ്ജൻ ഗൊഗോയി ഈ രാമന്റെ ഒക്കെ പേറ്റെടുത്ത മിഡ് വൈഫ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. നമ്മൾ സൂതി കർമ്മിണി എന്ന് പറയും. ഈ സൂതി കർമ്മിണിയായിട്ട് ഇവരുള്ള ബന്ധമുണ്ടായിരുന്ന അവരിൽ നിന്ന് നേരിട്ട് കേട്ടതാണ് അവിടെയാണ് രാമൻ ജനിച്ചത്. രാമൻ 13 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ രാമായണം എന്ന ഇതിഹാസിക കാവ്യം അനുസരിച്ച് അയോധ്യയിൽ ജനിച്ച ഒരാളാണ്. ഡോക്ടർ റോമളത്തപ്പർ കോടതിയെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ വിശദമായിട്ട് ത്രേതായുഗവും ഈ വിധി പറഞ്ഞ 2019 വർഷവും തമ്മിലുള്ള വ്യത്യാസം, ത്രേതായുഗം എന്ന് പറയുന്നത് തന്നെ ഒരു മിത്തിക്കൽ ഉൽപ്പന്നമാണ്, ഒരു ഐതിഹ്യപരമായ ഒരു കാലഘട്ടം മാത്രമാണ് ത്രേതായുഗം. പക്ഷെ എന്താണ്, രേഖാപരമായ മുസ്ലിങ്ങളുടെ തലത്ത് രാമൻ ജനിച്ചത് അവിടെ ആയിരിക്കാമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം അനീതികരമായി ജുഡീഷ്യൽ വിരുദ്ധമായിട്ട്, നീതിന്യായ വിരുദ്ധമായിട്ട് വിധി പറഞ്ഞു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വലിയൊരു ക്ഷേത്രം പണി. എന്താ അവിടുന്ന് വരുന്ന വാർത്തകൾ? ആയിരക്കണക്കിന് കോടികൾ കാണിക്ക, വെള്ളിക്കട്ടികൾ, സ്വർണ്ണക്കട്ടികൾ എല്ലാം RSS. ചമ്പത്രായി എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹമാണ് ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി. മിസ്റ്റർ അനിൽ മിശ്ര വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും RSSന്റെയും നേതാവാണ്. ഇവരെല്ലാം RSSന്റെ പ്രചാരകന്മാര്, ആജീവനാന്ത പ്രചാരകന്മാർ. ഇവിടെ നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരാളുണ്ട്, ഗോപാൽ റാവു. അദ്ദേഹം RSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിസ്റ്റർ ഹോസ്ലയുടെ അനന്താക്കി സൂക്ഷിക്കുകയാണ്. അപ്പൊ RSS കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ട്രസ്റ്റ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ്, ആ ട്രസ്റ്റിന്റെ ആളുകൾ അവിടെ വരുന്ന ഭക്തരുടെ ഭക്തരുടെ സംഭാവനകൾ, കാണിക്കകൾ, സ്വർണം, വെള്ളി എല്ലാം കൊള്ളയടിച്ച പണം എന്താണ് അവര് എവിടേക്ക് കൊണ്ടുവെക്കല്ലേ? അത്ര അബദ്ധമൊന്നുമില്ല. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പണം പെരുപ്പിക്കുന്ന ഷെയർ മാർക്കറ്റിലും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലും ഒക്കെ നിക്ഷേപിക്കും. ഇതാണ് RSSന്റെ ഭക്തിയും വിശ്വാസവും. പക്ഷേ ജീവിതത്തിൽ തങ്ങളുടെ പരിദേവനങ്ങൾ, സങ്കടങ്ങൾ നേരിട്ടുണർത്തിക്കാൻ ജാതി ഐക്യത്താൽ, വർണ്ണാശ്രമധർമ്മങ്ങളാൽ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് നാരായണ ഗുരു അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ. അവിടെ ജാതിഭേദവും മതദേശവും ഇല്ലാതെ എല്ലാവർക്കും ഒന്നിച്ചു പോയി പ്രാർത്ഥിക്കാം, ദൈവത്തോട് തങ്ങളുടെ സങ്കടങ്ങൾ, പരിദേവനങ്ങൾ ഉണർത്തിക്കാം. അപ്പൊ എന്താ ഇവിടുത്തെ ബ്രാഹ്മണ പ്രമാണിമാർ പറഞ്ഞത്? ഈ നാടുവിനെ സംസ്കൃതയാഗവിധി പ്രകാരമുള്ള തന്ത്രവിധികൾ അറിയുമോ, വിധികൾ അറിയുമോ? ഈ പുസ്തകത്തിൽ ഒരിടത്ത് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നാണ് പി മാധവന്റെ, RSR പി മാധവജി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടുകാരാണ്, കോഴിക്കോട്ടുകാരനാണ് ഈ മാധവജി. അദ്ദേഹമാണ് ഈ ബാലസംഘം
ഈ ഇവരുടെ ഈ ബാലഗോകുലം പ്രസ്ഥാനം കോഴിക്കോട്ട് ആദ്യമായി ആരംഭിക്കുന്നത് ഈ മാധവജിയാണ്. കണ്ണഞ്ചേരിക്കാരനാണ് കോഴിക്കോട്. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രം കൈകാര്യം ചെയ്യല്ലേ. വേദം അറിയുന്നവർ ബ്രാഹ്മണർ, വേദം അറിയാനും ആർക്കേ അവസരമുള്ളൂ? ബ്രാഹ്മണർക്ക്. അപ്പൊ ബ്രാഹ്മണ്യത്തിന്റെ കൽപ്പനകളെ, ശാസ്ത്രങ്ങളെ, ധർമ്മശാസ്ത്രങ്ങളെ, തന്ത്രവിധി സംബന്ധിച്ച സംസ്കൃത അറിവുകളെ ചോദ്യം ചെയ്യുകയാണ് നാരായണ ഗുരു ചെയ്തത്. അതുകൊണ്ട് അന്നത്തെ ഈ സംസ്കൃത പണ്ഡിതന്മാരെല്ലാം ചേർന്ന്, ബ്രാഹ്മണ്യ പ്രമാണിമാരെല്ലാം ചെയ്യുന്നത് നാരായണ ഗുരുവിനെ വലിയ രീതിയിൽ അതിശയിച്ചു. അപ്പൊ നാരായണ ഗുരു അതിലൊന്നും പ്രകോപിതനായില്ല. നാരായണ ഗുരുവിനെ എന്താണ് ഒരു വ്യാസഭാവം എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് വളരെ ദാർശനികമായ ഒരു നിസ്സംഗത എല്ലാ കാര്യങ്ങളും ഗുരു പുലർത്തി. ഗുരു എന്താ അതിന് മറുപടിയായി പറഞ്ഞത്? ഈ നാടുവിനെ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ സംസ്കൃത യാഗവിധി പ്രകാരമുള്ള പൂജാവിധികൾ, തന്ത്രവിധികൾ അറിയുമോ എന്ന ചോദ്യത്തിന് ഗുരു ഉത്തരം പറഞ്ഞ എന്താണ്? ഞാൻ പ്രതീക്ഷിച്ചത്, നാം പ്രതീക്ഷിച്ചത് ഈഴവ എന്ന് ഒരിക്കലും പറയുന്നത്. അത് വെള്ളാപ്പള്ളിയുടെ ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെ ഒരു നരേഷൻ പിന്നീട് എന്താണ് ഈഴവവാദികൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഗുരു പറഞ്ഞു. ഗുരുവിന്റെ ലേഖനങ്ങളെല്ലാം നിങ്ങൾ വായിച്ചാൽ, പ്രസംഗങ്ങളൊക്കെ ലേഖനങ്ങളായിരുന്നു, അവിടെ എവിടെയും എന്താണ് ഈഴവൻ ഹിന്ദു എന്നുള്ള വാക്കൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം നാം എന്നാണ് ഉപയോഗിച്ചത്. നാം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ പ്രകൃതിയും മുടങ്ങുന്ന സമഗ്ര സംജയാണ് ഗുരു നാം ആയിട്ട് കണ്ടത്. ഗുരുവിന്റെ ലേഖനങ്ങളിൽ നാം അല്ലാതെ ഈഴവനില്ല. ഗുരു ഇവിടെ നാം പ്രതീക്ഷിച്ചത് നമ്മുടെ ശിവനെയാണ്. നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞാൽ ഈഴവരുടെ ശിവൻ എന്ന നമ്മളെങ്ങനെയാ വ്യാഖ്യാനിക്കുക? നമ്മുടെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത ഭാഷ അടിസ്ഥാനത്തിലുള്ള ഈ തന്ത്രവിധികളും ശ്ലോകങ്ങളും ഒന്നും അതൊന്നും അറിയാതെ പാവം മലയാളിക്കും എൻ്റെ ദൈവമേ, എൻ്റെ ശിവനെ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശാന്തിക്കാരന്റെ ആവശ്യം എന്താണ്? ഇടനിലയാണ് അല്ലേ? നമ്മൾ നേരിട്ട് ഉണർത്തിക്കുന്ന സങ്കടങ്ങളൊക്കെ ഇയാൾ സംസ്കൃത വിധിപ്രകാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? അതിനുവേണ്ടിയാണല്ലോ ഈ ഇടനിലക്കാരൻ. പക്ഷെ ഇവിടെ എന്താണ്? ഇടനിലക്കാരൻ ആവശ്യമില്ലാത്ത ഏതൊരു പച്ച മലയാളിക്കും എന്ത് ചെയ്യാം? അയാളുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ആവലാതികൾ, പരിദേവനങ്ങൾ ഈ ശിവനോട്. ഇതാണ് ഗുരുവിന്റെ ഭാഷ്യം, ഇതാണ് ഗുരുവിന്റെ ദർശനം. ഈ ദർശനത്തെയാണ് ശിവഗിരിയിലെ ബ്രഹ്മ വിദ്യാലയം അവരുടെ സിലബസ് ആക്കി. പക്ഷെ അവിടെ എന്താണ്? ഒരു കൈവല്യാനന്ദനെ കെട്ടിയിറക്കുക. നമ്മുടെ മുഖ്യമന്ത്രി ഈ പുസ്തകത്തിന്റെ ഒരു രചനാ പരിസരം പറയുമ്പോൾ ജയരാജേട്ടൻ ആ പുസ്തകത്തെ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രി ശിവഗിരിയിൽ 2024 നടത്തിയ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള പ്രസംഗം, അത് വി മുരളീധരൻ എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി BJP നേതാവിനെ മാത്രമല്ലല്ലോ പ്രകോപിപ്പിച്ചത്, മറ്റൊരാളെ കൂടി പ്രകോപിപ്പിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ്. ആ ദാമോദര മേനോൻ സതീശനെയും പ്രകോപിപ്പിച്ചല്ലോ. അപ്പോ ആ ഒരു പ്രശ്ന പരിസരത്തിൽ ജയരാജേട്ടൻ ഈ സനാതന ധർമ്മം എന്താണ്, നമ്മുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ പോലും സനാതന ധർമ്മം എന്തോ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് എന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടതും കളിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് ഈ സനാതന ധർമ്മം. ഇവിടെ നാരായണ ഗുരുവിന്റെ പാഠങ്ങൾ, ദർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനവികതയാണ്. ആ മാനവികതയെ പ്രധാനപ്പെട്ട പാഠ്യപദ്ധതിയാക്കിയിട്ടുള്ള ഈ ബ്രഹ്മവിദ്യാലയത്തിന്റെ ചുമതല കൈവല്യാനന്ദ ഏറ്റെടുക്കുക. ഈ കൈവല്യാനന്ദ എന്ന് പറയുന്നത് RSS പ്രചാരക്കായിട്ട് നേരിട്ടായിരുന്നു ഒരു സന്യാസം സ്വീകരിച്ചായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. അദ്ദേഹം ശിവഗിരിയിൽ വന്ന് നേരിട്ട് സന്യാസിയാവുക, നേരിട്ട് റിക്രൂട്ട്മെന്റ് ആണ്, നേരിട്ട് സന്യാസി. വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം ബ്രഹ്മവിദ്യാലയത്തിന്റെ ചാർജ് ഏറ്റെടുക്കുകയും അവിടെ ഗുരു ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും തന്റെ ജ്ഞാനാന്വേഷണം കൊണ്ടും എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത ഈ സനാതന ധർമ്മത്തെ പാഠഭാഗങ്ങളാക്കാൻ സിലബസിൽ പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ഈ കാര്യങ്ങളെല്ലാം RSSന്റെ ഒരു അജണ്ടയിൽ കേരളത്തെ എങ്ങനെ ഹിന്ദുത്വത്തിന്റെ വഴികളിലേക്ക്, ഹിന്ദുത്വത്തിന്റെ പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാം, അതിനുവേണ്ടിയുള്ള വളരെ ബുദ്ധിപരമായ ഒരു ആസൂത്രണവും ഒരു ഇടപെടലുമായി. അതാണ് ഈ പുസ്തകത്തിലെ ഒന്നാം ലേഖനം പറഞ്ഞു. സനാതന ധർമ്മത്തെ കുറിച്ച്, എന്താണ് സനാതന ധർമ്മം എന്ന ഭാഗം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും.
വായിക്കുമ്പോൾ അതിൽ വളരെ ഒട്ടൊരു പരിഹാസത്തോട് ജയരാജൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ അവരെ എന്താണ് സനാതനധർമ്മം എന്ന് നിർവചിക്കുന്ന എന്ന് വിശദീകരിക്കുന്ന ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ സനാതനധർമ്മം എന്താണ്, ഈ വർണ്ണാശ്രമ ധർമ്മമാണല്ലോ. അപ്പൊ ഈ വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചുള്ള ജീവിതവും അനുഷ്ഠാനങ്ങളും ഇന്നത്തെ ഒരു ഭൗതിക ലോകത്ത് മനുഷ്യർക്ക് സാധ്യമല്ല. അപ്പൊ അവിടെയാണ് ചെരുപ്പ് ഉപയോഗിക്കാനും കുട ഉപയോഗിക്കാനൊക്കെ അനുവാദം നൽകുന്ന ഈ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ശ്രീകണ്ഠേശ്വരത്തിന്റെ ഡിക്ഷണറിയിൽ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാറ്റമില്ലാത്തതാണ്, മാറ്റത്തിന് വിധേയമാകാത്തതാണ്. പക്ഷെ ഇവിടെ എന്താണ്, ചില മാറ്റം സനാതനത്തിനുണ്ടാക്കി ചില കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സനാതനമായിട്ട് അങ്ങനെ അനശ്വരമായിട്ട് ഒന്നും നിലനിൽക്കുന്ന എല്ലാം മാറ്റത്തിന് വിധേയമാണ്. സനാതനധർമ്മത്തെ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയായി ആദർശവൽക്കരിക്കുകയാണ് സംഘപരിവാറിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ബുദ്ധിജീവികളും കാലാകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പി മാധവൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പി മാധവന്റെ പുസ്തകത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ പി മാധവനാണ് കേരളത്തിൽ യാഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, എർക്കര ഫൗണ്ടേഷൻ എന്നാണ് അതിന്റെ പേര്. അതിന് ഫണ്ട് കിട്ടുന്നത് കാലിഫോർണിയയിലും ജർമ്മനിയും അവിടെയൊക്കെയുള്ള ഓറിയന്റലിസ്റ്റ് ഫൗണ്ടേഷനുകളാണ് ഇതിന് ഫണ്ട്. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ പൗരസ്ത്യവാദം. പൗരസ്ത്യ രാജ്യങ്ങളിലെ മതവും സംസ്കാരവും ഒക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആർഷ സംസ്കൃതി, ഇതിനെയൊക്കെ വലിയ രീതിയിൽ ആദർശവൽക്കരിക്കുന്ന ഉദാത്തവൽക്കരിക്കുന്ന പഠനങ്ങളാണ് ഓറിയന്റലിസം. ഓറിയന്റലിസത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നത് അമേരിക്കയിൽ ഓറിയന്റലിസത്തിൽ 120ഓളം സർവകലാശാലകൾ, 120 സർവകലാശാലകൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഓറിയന്റലിസത്തിൽ. ഇന്ത്യ ഇത്ര കാലം കഴിഞ്ഞിട്ടും എന്താണ് ഓറിയന്റലിസത്തിൽ ഒറ്റ യൂണിറ്റ്. ഓറിയന്റലിസം ഇപ്പൊ പല വിഷയങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജ്യോതിഷം വരാൻ പല വിഷയങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താണ്, ഓറിയന്റലിസത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു സർവകലാശാല ഇന്ത്യയിലില്ല. അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായ നൂതനമായ ഫ്രോണ്ടിയർ ആയിട്ടുള്ള ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ സഹായത്താൽ പ്രവർത്തിക്കുന്ന, സഹായത്താൽ ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു രാജ്യത്ത് പൗരാണിക സംസ്കൃതിയെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി സർവകലാശാലകളുണ്ട്. ആ രംഗത്ത് ജ്ഞാനോത്പാദനവും ജ്ഞാന വിതരണവും നടത്താനുള്ള സർവകലാശാല. ബിഷപ്പ് പി മാധവൻ, RS വളരെ ബഹുമാനപൂർവ്വം മാധവജി എന്നാണ് വിളിക്കുക. നമ്മൾ മാധവൻ എന്നൊക്കെ വിളിച്ചാൽ അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും. ആ പി മാധവൻ എർക്കര ഫൗണ്ടേഷൻ, എർക്കര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് യാഗം നടക്കുന്നത്. ഈ പുസ്തകത്തിൽ ചട്ടമ്പിസ്വാമികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണത്തെക്കുറിച്ചും ഒരു ഭാഗമുണ്ട്. അതേപോലെ തന്നെ പ്രാചീന മലയാളം എന്ന അദ്ദേഹത്തിന്റെ കൃതിയെ ഈ പുസ്തകം പരിശോധിക്കുന്നുണ്ട്. കേരള ഉൽപ്പത്തി പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന ചരിത്രവിരുദ്ധവും യുക്തിരഹിതവുമായ വാദത്തെ ചട്ടമ്പിസ്വാമികൾ എങ്ങനെയാണ് ഒളിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഈ പ്രാചീന മലയാളം ഉൾപ്പെടെയുള്ള കൃതികൾ ഈ പുസ്തകത്തിൽ പറയും. ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അതൊക്കെ വായിക്കേണ്ടി വരും. നമ്മൾ അല്ലാതെ ആർഎസിനെ പ്രതിരോധിക്കാനൊന്നും പറ്റില്ല. വേദാധികാര നിരൂപണം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതിൽ അദ്ദേഹം യജ്ഞ യാഗ സംസ്കാരങ്ങളെ അങ്ങേയറ്റം ചോദ്യം ചെയ്യുന്നു. അതിന്റെ യുക്തിരാഹിത്യത്തെ, അതിന്റെ അശ്ലീലതയെ ഒക്കെ വളരെ വളരെ ശക്തമായി അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഈ പുസ്തകത്തിലും അത്തരം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന നൃശംസനീയതയാണ്, നരഹത്യയാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും എന്ന് പറയുന്നുണ്ട്. പക്ഷെ 1980കളിൽ നമ്മൾ വലിയ വരൾച്ച നേരിട്ടു അല്ലേ? നമ്മൾ ലോഡ് ഷെഡിങ്, പവർ കട്ട് എന്ന വാക്കൊക്കെ നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷനും ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷനും ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെയായി ബന്ധപ്പെട്ട മേഖലകളിൽ പവർ കട്ട്, ഈ ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതാണ് നമ്മൾ കുറെ വാക്കുകൾ ആ കാലത്താണ് പരിചയപ്പെട്ടത്. എന്താ കാര്യം?
അപ്പോഴാണ് RSSന്റെ മുൻകൈയിലുള്ള എർക്കര ഫൗണ്ടേഷനും സൗദശാസ്ത്ര സാഹിത്യ പരിഷത്തും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യില്ലേ, അതിനെ വിമർശനാത്മകമായിട്ടൊക്കെ അതിനെതിരായിട്ട് ഒരുപാട് ആരോപണം ഉന്നയിച്ച സമൂഹമാണ് കേരളം. പക്ഷെ മലയാളികൾ ഈ സൗദശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന ഗറില്ല സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ചിലപ്പോ ഈ പാഠ്യത്തിൽ എന്തുണ്ടാകും? സപ്താഹ ഭാഗവത പാരായണ പ്രഭാഷണ പരമ്പരകൾ ഉണ്ടാകും. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ഓറിയന്റൽ കോഴ്സുകൾ നടക്കുന്നു. അവരെ പരിശീലിപ്പിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന അത്യന്തം പ്രതിലോമകരമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരണത്തിന്, അതിന്റെ വിന്യാസത്തിന് ആവശ്യമായ റിസോഴ്സസ് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് സൗദശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ആ സൗദശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രക്ഷാധികാരിയായിരുന്നു മരിക്കുന്നതുവരെ നമ്മുടെ അസ്തിത്വം. ഇതിനൊക്കെ പണം വരുന്നത് അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും UK നിന്നൊക്കെയാണ്. വലിയ രീതിയിലുള്ള വിദേശ ഏജൻസികളുടെ പണം പറ്റിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. മഴ പെയ്യിക്കാൻ വേണ്ടി ഇവിടെ യാഗം വന്നു അല്ലേ? തിരുവനന്തപുരത്ത്, തൃശ്ശൂരിലെ കുണ്ടൂര് ഒക്കെ യാഗം വന്നു. ഇതിന്റെയൊക്കെ തന്നെ ഒരു യുക്തിരാഹിത പ്രാചീന കാലത്തെ ഇരുണ്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഒരു യുക്തിരാഹിത്യത്തെ കുറിച്ച് ഗൗരവമായ ആലോചനകൾ മലയാളി അക്കാലത്ത് നടത്തിയില്ല. ഇതിലൂടെയൊക്കെ തന്നെയാണ് ഇപ്പോ വളരെ ആചാരബദ്ധമായ ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നത്. എതിർക്കാൻ പറ്റും. ഞാൻ മാതൃഭൂമി ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം കണ്ടത് 25 ലക്ഷം തീർത്ഥാടകരാണ് ഈ വർഷം 25 ലക്ഷം. കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അതിന്റെ ഒരു പൊല്യൂഷനെ കുറിച്ച്, അവിടെ ഈ അഴുക്കുകളും ഈ മാലിന്യങ്ങളൊക്കെ നിറയുന്നതിനെ കുറിച്ചാണ് ലേഖനം. പക്ഷെ നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് 25 ലക്ഷം തീർത്ഥാടകർ വരികയാണ്. നല്ല കാര്യമാണ്. അതിന്റെ ഒരു ടൂറിസം, ഒരു പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഒക്കെ ഒരു സൗകര്യമുണ്ട്, സാധ്യതയുണ്ട്, വരുമാനമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് ദക്ഷിണകാശി ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത്? നമ്മളാരും ദക്ഷിണകാശിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ദക്ഷയാഗത്തെ കുറിച്ചൊന്നും നമ്മളാരും സംസാരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ബ്രാഞ്ചുകളും ലോക്കൽ കമ്മിറ്റികളും മഹിളാ അസോസിയേഷനും SFIയും DYFKയും ഒക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിലും യൂണിറ്റുകളിലുമൊക്കെ നമ്മൾ അറിയാതെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏറ്റവും ജനകീയ ബന്ധങ്ങളുള്ള ശൃംഖലയാണ് ഇത്, വാട്സപ്പ് ഗ്രൂപ്പുകൾ. മലയാളിയുടെ 77% ആളുകൾ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഭിപ്രായ രൂപീകരണം. പത്രവായനയെ കുറിച്ച് ഒരു ബ്രിട്ടീഷ് ഏജൻസി നടത്തിയിട്ടുള്ള സർവേയിൽ പറയുന്നത് ഇന്ന് ലോകത്ത് ജനസംഖ്യയിൽ 67% ആളുകളും പത്രം വായിക്കുന്ന ഏക സമൂഹം കേരളം. യൂറോപ്പ് പോലും ഇത്രയധികം പത്രം വായിക്കുന്ന ആൾക്കാരില്ല. പക്ഷെ കേരളത്തിൽ അഭിപ്രായ രൂപീകരണത്തിൽ പത്രത്തെക്കാൾ ഏറെ ആളുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്താണ്? വാട്സപ്പുകളാണ്. വാട്സപ്പുകളെ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികളാണെന്ന് പറയാം. ഈ വാട്സപ്പിൽ വരുന്ന വിവരങ്ങളാണ് എന്ത്, ഈ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർ വരെ, ചാനൽ ചർച്ചയ്ക്കൊക്കെ വരുന്ന ആൾക്കാർ വളരെ ആധികാരികമായ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയൊക്കെ ഉദ്ധരിക്കുന്നത് പോലെ, ഇന്ത്യയെ കണ്ടതിനൊക്കെ ഉദ്ധരിക്കുന്നത് പോലെ, മൂലധനമൊക്കെ ഉദ്ധരിക്കുന്നത് പോലെ വാട്സപ്പിൽ വരുന്ന വിവരങ്ങളാണ് ആളുകൾ അവരുടെ ആർഗ്യുമെന്റിനെ ആധാരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാട്സപ്പുകളിൽ എന്താണ്, സാധാരണ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ സംവാദങ്ങളിൽ ഒന്നും വരാത്ത സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാർ അവരെന്താണ്, അവരുടെ ആശയ വിനിമയത്തിന്റെ, ആശയ രൂപീകരണത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ട് വാട്സപ്പുകൾ മാറുകയാണ്. ഈ വാട്സപ്പുകളുടെ ഭൂതകാലത്തിന്റെ ഏറ്റവും പ്രാചീനം എന്ന് പറയാവുന്ന, യുക്തിരഹിതം എന്ന് പറയാവുന്ന, അസംബന്ധം എന്ന് പറയുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശക്തിപ്പെട്ടു വരിക, റിവൈവ് ചെയ്തു വരിക. ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിവൈവലിസത്തിന്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനം എന്ത് ചെയ്യുന്നു? ആ പ്രത്യയശാസ്ത്ര അടിസ്ഥാനം എന്ന നിലക്കാണ് സനാതനധർമ്മം ഇതിൽ പരിശോധിക്കപ്പെടുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്നത് അത് മനുഷ്യത്വരഹിതമായ ചാതുർവർണ്ണ്യമല്ലാതെ മറ്റൊന്നുമല്ല. അത് ബ്രാഹ്മണ്യ അധികാരത്തിൽ അധിഷ്ഠിതമായ ജാതി ഉച്ചനീതത്വങ്ങളുടേതായ ഒരു വ്യവസ്ഥയല്ലാതെ മറ്റൊന്നുമല്ല. ഈ കാര്യങ്ങൾ ഇതിലെ എല്ലാ ലേഖനങ്ങളിലും
പല തലങ്ങളിൽ സനാതന ധർമ്മം എങ്ങനെയാണ് നമ്മുടെ സമൂഹ മനസ്സിൽ പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് കൃത്യമായി വിശദീകരിക്കാനുള്ള, വളരെ വിശകലനാത്മകം അനലറ്റിക്കലായി വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ജയരാജേട്ടൻ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അവസാനം വിശ്വാസവും ആചാരവും ഒക്കെ എന്താണ്, മനുഷ്യർക്ക് അരക്ഷ്യത്തെ 70-74 വർഷം സോഷ്യലിസ്റ്റ് ഭരണകൂടം നിലനിന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. പക്ഷെ സോവിയറ്റ് യൂണിയനിലെ 80കളുടെ അവസാനം ഈ USSR ശിഥിലമാകും, തകരും, ഇല്ലാതാകും എന്ന് വന്നതോടുകൂടി എന്താ നമ്മൾ കണ്ടത്? എല്ലാ വംശീയ ഗ്രൂപ്പുകളും എല്ലാ വിശ്വാസ സമൂഹങ്ങളും എല്ലാം വൻ രീതിയിൽ റിവൈവ് ചെയ്യുന്നതാണ്, ഉയർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. പള്ളിയും മതമൊക്കെ വളരെ ശക്തമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സോഷ്യലിസ്റ്റ് നിർമ്മാണം നടന്നാലും മനുഷ്യരുടെ ഭൗതികമായ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യമുണ്ടായാലും മനുഷ്യർ ആത്മീയമായി നേരിടുന്ന അരക്ഷിതത്വത്തെ അത്ര എളുപ്പം എന്താക്കാൻ കഴിയില്ല, പരിഹരിക്കാൻ കഴിയില്ല. പല തലങ്ങളിൽ മനുഷ്യർ സ്വന്തം ജീവിതത്തിലും സ്വന്തം സമൂഹത്തിലും സ്വന്തം കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളിലും എന്താണ് അന്യവൽക്കരിക്കപ്പെടുന്നത്. അപരിചിതനാക്കപ്പെട്ട മനുഷ്യൻ എന്ന മാർക്സിന്റെ വളരെ വിഖ്യാതമായ ഒരു ലേഖനം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് മുതലാളിത്തത്തിന്റെ മാത്രം പ്രശ്നമല്ല, ചരിത്രപരമായി മനുഷ്യൻ രൂപപ്പെട്ടു വന്ന ഇന്നത്തെ രീതിയിലുള്ള ഒരു പാട്രിയാർക്കിക്കൽ സാമൂഹ്യ വ്യവസ്ഥക്കകത്ത് മനുഷ്യർ പല തലങ്ങളിൽ ഏറ്റവും ഇന്റിമേറ്റ് എന്ന് കരുതുന്ന ബന്ധങ്ങളിൽ നിന്ന് പോലും അന്യവൽക്കരിക്കപ്പെടുന്നവരാണ്. ഈ അന്യവൽക്കരണമുണ്ടാക്കുന്ന അനിശ്ചിതപൂർണമായ അരക്ഷിതപൂർണമായ ഒരു സന്ദർഭമാണ് പലപ്പോഴും ദൈവമേ രക്ഷിക്കണേ എന്ന ഒരു അഭയം, ഒരു ആശ്രയത്വത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. അപ്പൊ അത് എളുപ്പം ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ജനങ്ങൾ ചരിത്രപരമായി സ്വീകരിച്ച ഗോൾഡൻ ചൈൽഡിനെയൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. പ്രാചീന ചരിത്രത്തെക്കുറിച്ച് ഗോൾഡൻ ചൈൽഡ് ചരിത്രകാരനാണ്, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനാണ്, ഇംഗ്ലീഷുകാരനായ ചരിത്രകാരനാണ്. അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിന്റെയൊക്കെ പ്രാചീന ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെയാണ് മനുഷ്യർക്കിടയിൽ മാർക്സ് പറയുന്നത്, ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യരിൽ ചരിത്രമേൽപ്പിച്ച ഒരു ഭാരമാണ്, ചരിത്രമേൽപ്പിച്ച ഒരു ബാധ്യതയാണ്. അതിൽ നിന്ന് എളുപ്പം എന്താണ് രക്ഷപ്പെടാൻ, ജയരാജേട്ടൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ MA ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും, ഭൗതികവാദമൊക്കെ പഠിക്കുന്ന ഒരു ഡയലക്റ്റിക്കൽ അപ്രോച്ചിലൊക്കെ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ എന്താണ്, സാധാരണക്കാർക്ക് സാധ്യമല്ല. അപ്പൊ അവിടെയാണ് ആരാധനയുടെയും വിശ്വാസത്തിന്റെയും മണ്ഡലങ്ങളിലെ ബ്രാഹ്മണ്യ വരേണ്യതക്കെതിരായിട്ട് അടിസ്ഥാന വിഭാഗങ്ങളുടെ വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള ക്രമങ്ങളെയും സംവിധാനങ്ങളെയും സംബന്ധിച്ച ആലോചനകൾ പ്രധാനമാകും. ഹിന്ദുത്വം ഏറ്റവും ആദ്യം പിടിമുറുക്കിയത് എവിടെയാണ്? പരമ്പരാഗതമായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന അടിത്തട്ടിൽ കിടക്കുന്ന ജനസമൂഹങ്ങളുടെ ആരാധനാലയങ്ങളിലും വിശ്വാസങ്ങൾക്കും എല്ലാ കാവുകളെയും അവർ ബ്രാഹ്മണവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ജയരാജന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഈ വടക്കൻ കേരളത്തിലെ കാവുകളെ കുറിച്ചുള്ള പഠനം, അത്തരം ഒരു പുസ്തകം തയ്യാറാക്കുന്ന അദ്ദേഹം അതിന്റെ ഒരു എഡിറ്റ് ജോലി ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിലെ വൈവിധ്യങ്ങളെയെല്ലാം ഹിന്ദുത്വം എന്ന സനാതന ധർമ്മത്തിന്റെ ഏകാത്മകതയിലേക്ക്, ആ ഏകാത്മകത എന്ന് പറയുന്നത് ബ്രാഹ്മണ്യമാണ്, ബ്രാഹ്മണ്യത്തിലേക്ക് വളരെ സമർത്ഥമായി ഉന്നതിച്ചെടുക്കുന്ന പ്രതിലോമകരമായ ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പരമ്പരാഗതമായ ആരാധനാലയങ്ങൾ, കാവുകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എല്ലാം എന്താണ് ഇപ്പോ സംസ്കൃതവൽക്കരിക്കപ്പെടുകയും ബ്രാഹ്മണ്യവൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ വൈവിധ്യങ്ങളെ, നമ്മുടെ ആചാരങ്ങളുടെ, വിശ്വാസങ്ങളിലെ, ആരാധനകളുടെ ഈ വൈവിധ്യങ്ങളെ സംബന്ധിച്ച ഒരു ഫീൽഡ് സ്റ്റഡി കൂടി ഈ പുസ്തകത്തിന്റെ അവസാന ലേഖനമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രതിരോധത്തിന്റെ ഒരു വഴിയാണ്. ഇന്നിപ്പോ വർഗീയത ഒരു രാഷ്ട്രീയ അധികാരക്രമമായിരിക്കുക നമ്മുടെ സമൂഹത്തിൽ. അത് എന്താണ്, വർഗീയത എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തിക പ്രശ്നം മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്ത് സുവേന്ദു അധികാരി ബംഗാളിൽ അധികാരത്തിൽ വന്നു. ബംഗാളിൽ നിങ്ങൾ അറിയൂ, ഞങ്ങൾ വടകരക്കാർ രാവിലെ പൊറോട്ടക്ക് അരിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ, നിങ്ങൾ കണ്ണൂർക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പൊറോട്ടയും അയിലയും വേണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്. ബംഗാളിൽ ചെന്നാലും ബംഗാളിൽ രാവിലെ, ഞാൻ ബംഗാളിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ താമസിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത്
അവിടെ അയാൾ ഡൽഹി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ബംഗാളിൽ പോയപ്പോൾ അയാളുടെ വീട്ടിൽ ഞാൻ താമസിച്ചു. അപ്പൊ രാവിലെ തന്നെ ബംഗാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫിഷ് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പാകം ചെയ്ത് നമുക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് തരും. ആ ബംഗാളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബ്രാഹ്മണർ പോലും മത്സ്യവും മാംസവും ഭക്ഷിച്ചിരുന്ന ബംഗാളിലാണ് സുബേന്ദു അധികാരി അധികാരത്തിൽ വന്ന് പിറ്റേ ദിവസം ഉത്തരവിറങ്ങുന്നത്. എന്താ ഉത്തരവ്? ബംഗാളിലെ അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും ഇനി മുതൽ മുട്ട വിതരണം ചെയ്യും. മുട്ടയ്ക്ക് പകരം മുട്ടയേക്കാൾ പ്രോട്ടീനുള്ള ഒരു സാധനമുണ്ട് പച്ചക്കറിയിൽ. എന്താ അത് സോയാബീൻ. അത് വിതരണം ചെയ്യാൻ മതി. എന്താ അതിന്റെ യുക്തി? ഞാൻ പല RSSകാരായ ആളുകൾ എഴുതിയ കുറിപ്പുകൾ കണ്ടു. അവർ പറയുന്നത് സോയാബീനില് 13%, അല്ല സോയാബീനിൽ 53% പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ പാപം മുട്ടയിലോ 13% പ്രോട്ടീൻ. ശരിയായിരിക്കും, പക്ഷെ കാര്യം അറിയണം, സോയാബീൻ അല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താ? സോയാബീൻ. അമേരിക്കൻ സോയാബീൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വലിയ അഗ്രി ബിസിനസ് മൾട്ടിനാഷണൽ കമ്പനികൾ എന്താണ് അതിന്റെ ഓയിൽ വലിച്ചെടുത്തിട്ട് തേങ്ങ ആട്ടി വെളിച്ചെണ്ണയാക്കിയാൽ ബാക്കി വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? പിണ്ണാക്ക്. അത് മനുഷ്യർക്ക് കൊടുക്കാറുണ്ടോ? അത് ആർക്കാ കൊടുക്കാറ്? പശുവിനും ആട്ടിനൊക്കെയാണ് നാട്ടിൽ കൊടുക്കാറ്. ഈ പശുവിനും ആട്ടുകനും കന്നുകാലികൾക്ക് കൊടുക്കുന്ന ഈ സോയാബീൻ ബിസ്ക്കറ്റാണ് മുട്ടയേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞ് മുട്ട കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പൊ പീഡിയാട്രിക് ക്ലിനിക്കുകളിൽ പോയ ആളുകൾക്കറിയാം, ശിശുരോഗത്തിന് കുട്ടികളെ എന്തെങ്കിലും ഈ കഫക്കെട്ട്, കുട്ടികൾക്ക് ഏറ്റവും വേഗത്തിൽ ശ്വാസകോശത്തിന് ഈ കഫം വന്ന് പഴുപ്പ് വന്ന് ന്യൂമോണിയ. അപ്പൊ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ രക്ഷയുള്ളൂ? അവിടെ ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള വിമർശനം കൊണ്ടൊന്നും കഴിയില്ല. അവിടെ നന്നായ ആന്റിബയോട്ടിക് കൊടുക്കുക. ഡോക്ടർമാർ ആന്റിബയോട്ടിക് ഡംപ് ചെയ്തുകൊണ്ടാണ് ഈ ന്യൂമോണിയ ബാധിച്ച കുട്ടികളെ രക്ഷിക്കുന്നത്. അപ്പൊ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത് എന്താണ്? ഈ കുട്ടികൾക്ക് എന്ത് കൊടുക്കണമെന്നാ? കൊടുക്കണം, ഇലക്കറികൾ കൊടുക്കണം, മീൻ കൊടുക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഡോക്ടർമാർ എപ്പോഴും എന്താണ്? മുട്ടയാണ് ഏറ്റവും പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണം. മുട്ട വെറും പ്രോട്ടീൻ മാത്രമാണ് അല്ല. അത് RSSകാര് മനസ്സിലാക്കാത്ത കാര്യമാണ്. മുട്ടയിലാണ് ഈ നമ്മുടെ ഒരു മസ്തിഷ്കത്തിന്റെ വളർച്ചയുടെ ഒരു കാലമാണ് നമ്മുടെ ശൈശവം എന്ന് പറയുന്നത്, തലച്ചോറിന്റെ. ഇപ്പോ എംഗൽസിന്റെ വളരെ വിഖ്യാതമായ ഒരു പുസ്തകമാണ് ഈ വാനരിൽ നിന്ന് നരനിലേക്കുള്ള വളർച്ചയിൽ അധ്വാനം വഹിച്ച പങ്ക്. ആ പുസ്തകത്തിൽ എംഗൽസ് ആ കാലഘട്ടത്തിലെ നരവംശാസ്ത്രപരമായ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കം വാനരിൽ നിന്ന് മനുഷ്യനായി, ഹോമോസാപ്പിയൻസിനായി നമ്മളുടെ ഒരു വളർച്ചയുടെ പരിണാമത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ തലച്ചോറിന്റെ വളർച്ച. നമ്മുടെ മസ്തിഷ്ക കോശങ്ങളുടെയും അതുപോലെ തന്നെ നാഡീവ്യൂഹത്തിലെ സൂക്ഷ്മ ഞരമ്പുകളുടെയൊക്കെ വളർച്ച, ആ വളർച്ചയെ സഹായിച്ചത് എന്താണ്? മാംസമാണ്. നമ്മൾ ഈ വെണ്ടയും തക്കാളിയും ജീവിച്ച ആളുകളാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെക്കാനും അതിനെക്കുറിച്ച് മനനം ചെയ്യാനും അതൊക്കെ എഴുതാനും നമുക്ക് കഴിയില്ല. നമുക്കത് കഴിഞ്ഞ എന്തുകൊണ്ടാണ്? നമ്മുടെ മസ്തിഷ്കം ഈ വരുന്ന എത്ര വിവരങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ കണ്ട എത്ര മനുഷ്യരാണ്, എത്ര സ്ഥലങ്ങളാണ്, അവരെയൊക്കെ നമ്മുടെ ഓർമ്മകളില്ലേ? നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പെട്ടെന്ന് കൈ പിടിച്ച് ഒന്ന് കുലുക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഈ സേവ് വെച്ച് ഈ ഡാറ്റാബേസ് എന്താണ് പെട്ടെന്ന് നമ്മുടെ ഓർമ്മ ഉത്തേജിക്കും. ആ ഓർമ്മ ഉത്തേജിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് വെച്ചിരിക്കുന്ന ഈ സെല്ലുകൾ എന്താണ്? പ്രവർത്തനക്ഷമമാകുന്നു എന്നാണ്. അതിനാവശ്യമായ ഒരു രാസപ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ നടക്കുന്നുണ്ട്. തലച്ചോറിനെ ഇതിനൊക്കെ പര്യാപ്തമാക്കുന്നത് ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടുന്ന സിങ്ക്, വിവിധ വൈറ്റമിനുകൾ, പ്രോട്ടീനുകൾ ഒക്കെ അത് ഏറ്റവും സാന്ദ്രീകരിച്ചിരിക്കുന്ന ഒന്നാണ് ഇത്, ഈ കോഴിമുട്ട. അത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയാ. എന്താണ് മുട്ടയുടെ ദോഷം എന്നറിയോ? അത് അസുര ഭക്ഷണമാണ്. അത് അസുരയാണ്. അതാണ് സനാതന ധർമ്മത്തിൻ്റെതായ ഈ ധർമ്മസംഹിതകളാണ് അസുര ദേവഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഏതാ? ശൈവ വൈഷ്ണവ തർക്കത്തിനൊക്കെ അപ്പുറത്ത് ഹിന്ദുവിന്റെ ചരിത്രം ഡോക്ടർ റൊമിള താപ്പർ അവരുടെ പ്രാചീന ചരിത്രത്തിൽ ഏൻഷ്യന്റ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ അവർ പ്രധാനമായും പറയുന്നത്, ഈ പുസ്തകം പ്രധാനമായിട്ട് ഉദ്ധരിക്കുന്നത് വേദ സാഹിത്യത്തെയാണ്. വേദസാഹിത്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ധർമ്മസംഹിതയാണ് ഈ പുസ്തകം പരിശോധിക്കുന്നത്. നമ്മുടെ വേദങ്ങളിൽ ഏറ്റവും പ്രധാനം ഹിന്ദുക്കളുടെ പ്രാമാണികമായ വേദമായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ അനവധിയായ ദൈവങ്ങളുണ്ട്.
30 ദൈവങ്ങളുള്ള ആൾക്കാരാണല്ലോ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഋഗ്വേദം വായിക്കുമ്പോൾ അതിന്റെ ശ്ലോകങ്ങൾ മലയാളത്തിൽ ഋഗ്വേദം വള്ളത്തോൾ വളരെ കഷ്ടപ്പെട്ടത് കമ്പോട് കമ്പ് എന്താണ് മലയാളത്തിലാക്കി വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഋഗ്വേദത്തിൽ അനവധിയായ ദേവന്മാരുണ്ട്. ഋഗ്വേദത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ദൈവങ്ങളാണ്. ദേവന്മാരുടെ ഒരു സമുച്ചയമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ആ ഋഗ്വേദത്തിലെ മാർക്സ് മുള്ളർ പറയുന്നത് ഇന്ത്യക്കാർക്ക് ദൈവങ്ങളുടെ ദൈവമുണ്ടെന്ന്, ഗോഡ്സ് ഓൺ ഗോഡ്. ഇന്ത്യക്കാരുടെ ഗോഡ്സ് ഓൺ ഗോഡാണ് ഇന്ദ്രൻ. ഇന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ഋഗ്വേദ കവികൾ പറയുന്നത് എന്താണ്? ഇവൻ ഇഷ്ടം പോലെ മാംസം കഴിക്കുന്ന ആളാണ്. ഋഷഭം, കാളമാംസം കഴിക്കുന്ന ആളാണ്. ഇവന് ഇളം കാളകളെ അറുത്ത് നന്നായി പാകം ചെയ്ത് കൊടുത്താൽ ഇവൻ എന്താണ്? ഇഷ്ടം പോലെ കഴിക്കും. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഋഗ്വേദ കവികൾ പറയുന്നതാണ്. ഇഷ്ടം പോലെ കഴിക്കും. ഇഷ്ടം പോലെ കാളമാംസം കഴിച്ചാൽ പിന്നെ എന്താ ചെയ്യാ? ബീഫും പൊറോട്ട അടിച്ചാൽ എന്താ ചെയ്യാ? സാധാരണ നമ്മളല്ല, പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ആൾക്കാരെ കാര്യം വിട്. സാധാരണ പിന്നെന്താ ചെയ്യാ? പിന്നെ ലിജുവിന്റെ വകുപ്പാ, മുമ്പ് രാജേഷിന്റെ വകുപ്പായിരുന്നു. നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ, അതിന്റെ സാധനമാണ് പിന്നെ കഴിക്കുക. അതൊന്നും കഴിക്കാൻ പറ്റാത്ത ഈ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? കട്ടൻ ചായയില് നാരങ്ങ ഒഴിച്ച് കഴിക്കും. പക്ഷേ ഇന്ദ്രൻ ഉണ്ടല്ലോ ഋഗ്വേദത്തിൽ, അങ്ങനെ ഒരു ചൂടോ ആളാൻ ഇഷ്ടംപോലെ ബീഫ് കഴിക്കും. അത് കഴിച്ചാൽ മുമ്പിൽ എന്താ ചെയ്യാ? ഇഷ്ടംപോലെ ബീവറേജ് കോർപ്പറേഷൻ ഇല്ലാലോ, സുരപാനം ചെയ്യും. സുരപാനം ചെയ്താൽ ഏത് ഇന്ദ്രനായാലും എന്താണ്? ലഹരി മൂക്കും. ലഹരി മൂത്താൽ ഇവൻ ഇന്ദ്രൻ ഉടുതുണികൾ ഒഴിയുമെന്നും പൊതുസ്ഥലത്തിറങ്ങുമെന്നും, എന്നിട്ട് ഇവൻ അശ്ലീലങ്ങൾ, ചുരുളി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിനെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള അശ്ലീലങ്ങൾ വിളിച്ചു പറയും എന്നൊക്കെ ഋഗ്വേദ കവികൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാരമ്പര്യത്തിൽ അവിടെയാണ് നമ്മുടെ പ്രതിരോധത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു കൗണ്ടർ ഹെജിമണിയുടെ പ്രശ്നം വരുന്നത്. നമ്മുടെ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ വേദസാഹിത്യത്തിലോ ബീഫ് അനഭിമതമായ ഭക്ഷണമായി പറയുന്നു. ഇവിടെ ഇപ്പൊ എന്താണ്? ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുസ്ലിങ്ങളുടെ ഭക്ഷണം. അത് 2016 ശേഷം 100 കണക്കിന് വരുന്ന മുസ്ലിം മതങ്ങളാണ് ബീഫിന്റെ പേരിൽ ജയ് ശ്രീരാം വിളിക്കുന്ന ആൾക്കൂട്ടങ്ങളാൽ കൊല ചെയ്യപ്പെട്ടത്. ഞാൻ ബീഫ് കഴിക്കില്ല, ജയകുമാർ ബീഫ് കഴിക്കില്ല, ടീച്ചർ ബീഫ് കഴിക്കില്ല, ജയരാജൻ ബീഫ് കഴിക്കും. പക്ഷെ എന്താ അവർക്കുള്ളൊരു സൗഭാഗ്യം ഇല്ലായിരുന്നറിയോ? ജയരാജനാ, ടീച്ചർ ജ്യോതിയ, അനിൽകുമാറാ, KT കുഞ്ഞിക്കണ്ണ തൊടില്ല. K സുരേന്ദ്രൻ ബീഫ് കഴിക്കും, എൻ്റെ സുഹൃത്താണ് K സുരേന്ദ്രൻ, ബീഫ് കഴിക്കും. പക്ഷെ മുമ്പ് ബീഫ് കഴിച്ചാല് അത് ചില ദിവ്യാത്ഭുതമൊക്കെയുണ്ട്, അത് ഉള്ളിയാണെന്നൊക്കെ മുമ്പ് പറഞ്ഞു. നമ്മൾ ഹിന്ദുക്കളായ ആൾക്കാര് ബീഫ് കഴിച്ചാൽ പ്രശ്നമില്ല. എന്നാൽ മുസ്ലിങ്ങൾ കന്നുകാലി കടത്തുന്നു, മാംസക്കച്ചവടം നടത്തുന്നു, ബീഫ് കഴിക്കുന്നു, അവരുടെ അടുക്കളയിലെ ഫ്രിഡ്ജിലെ ബീഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ പച്ചയായി ജീവനോടെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത്. ഇതിന് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വേദസാഹിത്യം, നമ്മുടെ പുരാണിതിഹാസം ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ഹെജിമണി എന്ന് പറയും? ഇന്നത്തെ ഈ ഹിന്ദുത്വത്തിൻ്റെതായ ഒരു അതീശത്വത്തെ, ഹിന്ദുത്വത്തിൻ്റെതായ ഒരു ആധിപത്യത്തെ, അതിന്റെ പൊതുബോധത്തെ തകർക്കണമെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെ, പൗരാണികതയെ, അതിന്റെ സംസ്കൃത സൃഷ്ടമായ സാഹിത്യങ്ങളെ എല്ലാം തന്നെ അപനിർമ്മിക്കാൻ നമുക്ക് കഴിയും. അത്തരത്തിലുള്ള ഒരു അപനിർമ്മാണത്തിന്റെ വഴി ഈ സനാതനകളുടെ ഹിന്ദുത്വ വഴി എന്ന പുസ്തകത്തിൽ ഞാൻ നീട്ടുന്നില്ല. ഈ പുസ്തകം വിശദമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. അയ്യങ്കാളിയും അംബേദ്കറും നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ബൃഹത്തായ സനാതന ധർമ്മ വിമർശനത്തിന്റെ ഒരു ചിന്താധാരയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അയ്യങ്കാളി ഒരു ദിനം അവിടെ വന്ന് ഒരു പ്രതിമയിൽ ഒരു മാലയിടുന്നതായിട്ടല്ല, നമ്മുടെ ദൈനംദിന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രയോഗങ്ങളിലേക്ക് ഇവരുടെ ആശയങ്ങളും ഇവരുടെ ദർശനങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന വളരെ സമഗ്രമായ തലത്തിൽ തന്നെ സനാതന ധർമ്മത്തിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ
കൃത്യമായി നിർവചിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന, ആ രീതിയിൽ സൂക്ഷ്മതയോടുകൂടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം നമ്മളിപ്പോ ഇത് എനിക്ക് തോന്നുന്ന വെച്ചാൽ ഇടതുപക്ഷക്കാരായ ആളുകളായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പാർട്ടിക്കാർ മാത്രമേ. അല്ല, സന്തോഷം. അപ്പൊ അതിന് പുറത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് പുറത്ത് ഇത് ചർച്ച ചെയ്യപ്പെടണം. സാധാരണ ആളുകൾക്കിടയിൽ ഈ പുസ്തകം വായിക്കണം, വായിപ്പിക്കണം. പുസ്തകം വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ എങ്ങനെയാ പുസ്തകം വായിക്കുക എന്നൊക്കെ ആൾക്കാർ ചോദിക്കില്ലേ? മംഗള അസോസിയേഷന്റെ കമ്മിറ്റി, DYFIയുടെ കമ്മിറ്റി, ലോക്കൽ ബ്രാഞ്ച്, AC എന്നൊക്കെ പറയും. പക്ഷെ ലെനിൻ ഇതിനേക്കാൾ വലിയ കമ്മിറ്റി നടത്തിയാണ് അല്ലേ? ലെനിൻ ഇതിനേക്കാൾ വലിയ കമ്മിറ്റികൾ മീറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, പുസ്തകം വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ സമയമില്ലെന്ന് പറയുന്നതിന് തുല്യമാണ്. പുസ്തകം വായിക്കാൻ കഴിയും. ഹോച്ചിമിൻ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ സ്കൂളിൽ ആ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സഖാവ് ഹോച്ചിമിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മാർക്സിസ്റ്റുകളാവണമെങ്കിൽ, നിങ്ങൾ വിപ്ലവകാരികളാവണമെങ്കിൽ, നിങ്ങൾ പുരോഗമനവാദികളാവണമെങ്കിൽ, നിങ്ങൾ ദേശീയവാദികളും ജനാധിപത്യവാദികളുമാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ എന്താണ്? ലോകത്തിന്റെ വൈജാത്യങ്ങളെ, മനുഷ്യരുടെ വ്യത്യസ്ത ജീവിതഘടനകളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് പുസ്തകം. അപ്പൊ പുസ്തകം വായിക്കാൻ എന്ത് വേണമെന്നാ പറയുന്നത്? സമയം മാത്രമല്ല, സഹിഷ്ണുത വേണം. ടോളറൻസ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് വായനയിലൂടെയാണ് എന്ന് ഹോച്ചിമിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ കാലത്ത് ഈ അച്ചടിച്ച് കൊടുക്കാനെന്നുള്ള സംവിധാനങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെറിയ കുറഞ്ഞ കോപ്പിയാണ് കൊളോണിൽ വെച്ചിട്ട് വിജ്ഞാപനം ചെയ്തത്. പക്ഷേ അതെങ്ങനെയാണ് ആളുകൾക്കിടയിൽ എത്തിയത്? അന്നത്തെ നിങ്ങൾ മൂലധനം ഇവിടെ ഉണ്ടാവും. മൂലധനമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ കാണും 1789 ശേഷം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിന്റെ വിജ്ഞാപന വർഷം വരെയുള്ള കാലത്തെ ലോക തൊഴിലാളി വർഗത്തിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് പറയുമ്പോൾ മാർക്സ് പറയുന്നുണ്ട്, മാനിഫെസ്റ്റോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് എന്താണ്? കത്തുകളിലൂടെയാണ്. എന്നിട്ട് മാനിഫെസ്റ്റോ വായിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്, റീഡിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോ അതൊക്കെ ഒരു പഴയ കാലത്തിലെ ഇപ്പോൾ ഓൺലൈൻ സൗകര്യമൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഭംഗിയായിട്ട്, അതിനേക്കാൾ കാര്യക്ഷമമായിട്ട് ഇതൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വായിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ ഹിന്ദുത്വത്തിനെതിരായിട്ട്, അവരുടെ പ്രത്യയശാസ്ത്ര പദ്ധതിയായ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള വലിയൊരു പ്രതിരോധത്തിന്റെ, സംവാദത്തിന്റെ വഴികൾ തുറക്കാൻ നമുക്ക് കഴിയണം. അതുവഴി നമ്മുടെ സമൂഹത്തിൽ ബോധപൂർവം സൃഷ്ടിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ഭേദചിന്തകൾ, മനുഷ്യരെ പരസ്പരം അകറ്റുന്ന, വിഭജിക്കുന്ന സ്വത്വവാദത്തിൻ്റെതായിട്ടുള്ള വിഭജന യുക്തികളെ നമുക്ക് വളരെ ജനാധിപത്യപരമായി തുറന്നു കാണിക്കാനും അതിനെ ഒറ്റപ്പെടുത്താനും കഴിയണം.